ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സമീപത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം ശനിയാഴ്ച പുലർച്ചെ 3 മണി. ഇന്ന് രാവിലെ മുതൽ ഈ പുലർച്ചെ മുതൽ ഇവിടെ ധാരാളം ആളുകൾ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ സമാപന ഖബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നത്. ഇന്ന് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാനാഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് വരുന്ന തീർത്ഥാടകർ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7:30 മാത്രമേ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. എങ്കിൽ പോലും അതിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് വേണ്ടി നേരത്തെ വന്ന് സ്ഥലം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി അവർ ഈ പുലർച്ചെ തന്നെ വൈദികരും സിസ്റ്റേഴ്സിനെയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ പുലർച്ചെ തന്നെ ഇവിടെ വന്ന് സെന്റ് പീറ്റേഴ്സിലേക്ക് ഒന്ന് കയറുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 10 മണിക്കാണ് പരിശുദ്ധ പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായുള്ള സമാപന ഭാഗമായുള്ള പരിശുദ്ധ കുർബാന നടക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി വന്നിരിക്കുന്ന പത്രിയാർക്കീസ്മാർ, കർദിനാളന്മാർ, മെത്രാപ്പോലീത്തമാർ, മെത്രാന്മാർ, വൈദികർ ഇവരെല്ലാവരും ചേർന്നാണ് ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പല രാഷ്ട്ര തലവന്മാരും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇവിടെ ഇന്നലെ തന്നെ എത്തിച്ചേർന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രവേശിച്ച ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചു വന്ന മന്ത്രിമാർ ഉൾപ്പെടുന്ന സംഘം പരിശുദ്ധ പിതാവിന് ആദരാഞ്ജലി അർപ്പിച്ച് പുഷ്പചക്രം അർപ്പിക്കുകയുണ്ടായി. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ കനത്ത സുരക്ഷയിലാണ് റോമ നഗരവും പ്രത്യേകിച്ച് വത്തിക്കാന്റെ പരിസരങ്ങളും എല്ലാം ഉള്ളത്. ഇവിടേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ ഇന്ന് 10 മണിയാകുമ്പോഴേക്കും ഈ പരിസരം മുഴുവൻ നിറഞ്ഞു കവിയുന്ന ആളുകളായിരിക്കും എന്നത് തീർച്ചയാണ്. അതിനാൽ തന്നെ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്ക് പ്രസ്തുത ശുശ്രൂഷകൾ കാണുന്നതിന് വേണ്ടി വലിയ സ്ക്രീനുകൾ ഇതിന്റെ ഓരോ സ്ട്രീറ്റുകളിലും പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും വളരെ മനോഹരമായും വളരെ കൃത്യതയോടെയും പരിശുദ്ധ പിതാവിന്റെ അവസാന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് വരുന്നവർക്ക് സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്ന രീതിയിലും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കൃത്യം 10 മണിക്ക് തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കും. ഇന്നലെ രാത്രി 8 മണിയോടെ പരിശുദ്ധ പിതാവിന്റെ മൃതശരീര പേടകം അടച്ച് മുദ്രവെച്ചു. ഇനി ആർക്കും അത് തുറന്ന് കാണാൻ സാധിക്കുകയില്ല. ഇനി അടച്ചു മുദ്രവെക്കപ്പെട്ട മൃതശരീര പേടകം 10 മണിക്ക് മുമ്പായി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രത്യേക വേദിയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് സമാപനത്തിലുള്ള പരിശുദ്ധ കുർബാനയും അതിനെ തുടർന്ന് വിടവാങ്ങൽ ശുശ്രൂഷയും എല്ലാം നടക്കും. അതിനുശേഷം മൃതശരീര പേടകം വീണ്ടും ബസിലിക്കയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മരിയ മെജോറെ ബസിലിക്കയിൽ കൊണ്ടുപോയി കബറടക്കുകയും ചെയ്യും. ഞായറാഴ്ച മുതൽ പരിശുദ്ധ പിതാവിന്റെ കബറിടം സന്ദർശിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്ക്, തീർത്ഥാടകർക്ക് ഉണ്ടായിരിക്കുമെന്ന് വത്തിക്കാന്റെ മാധ്യമ വിഭാഗം ഇന്ന് നടന്ന കർദിനാളന്മാരുടെ സമ്മേളനത്തിന് ശേഷം അവര് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഇതാണ് ഇന്ന് വത്തിക്കാനിൽ നിന്ന് നമ്മൾ കാണുന്നത്. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ജോ ബെൻ എലോഹിം.